ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് നമ്മുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട് അല്ലേ? നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ്, കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കൊരു ആവശ്യം വന്ന ആരുണ്ട്? അതൊരു വലിയ ചോദ്യമാണല്ലേ. നമ്മളതിനെ ചുറ്റിലും നിന്നിട്ട് കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചോദ്യം ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾക്കൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ദർ എനിവൺ ടു ഹെൽപ്പ് അസ്, ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ചോദ്യം ചെയ്യുന്ന ആൾക്കാരും കളിയാക്കുന്ന ആൾക്കാരും ഉപദേശിക്കുന്ന ആൾക്കാരും എവിടെയാ? എല്ലാവരെ കൊണ്ടും ഉപദേശിക്കാനും കുറ്റപ്പെടുത്താനും അതിനും ഇതിനൊക്കെ തന്നെ പറ്റൂ. നമുക്കൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ആൾക്കാർ വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ആരുണ്ട് നമ്മുടെ കൂടെ? പറയുന്ന ആരും ഉണ്ടാവില്ല. നമ്മളൊരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ കം ആൻഡ് ആശ്വസിപ്പിക്കൽ സ്റ്റേജ് വരും. എന്നാലും എത്തൊക്കെ കഷ്ടപ്പെട്ടു അല്ലേ, കുറേ കഷ്ടപ്പെട്ടല്ലേ. എന്തായാലും ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ. And they will move to next stage. Next കുറ്റപ്പെടുത്തൽ will start and they will search for the other topics. നമുക്കൊരു നമ്മുടെ കൂടെ ആൾക്കാർ വേണമെന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് ആരും ഉണ്ടാവില്ല. നമ്മൾ വലിയൊരു കടമ്പ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ കടമ്പ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യും. അതിൻ്റെ നമ്മൾ എന്ത് കഴിഞ്ഞിട്ടാണോ നിൽക്കുന്നത് അത് അവർ ബോധേഡല്ല. ഒരു വ്യക്തി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ആരും ബോധേഡല്ല. ആൾക്കാർക്ക് പുതിയ പുതിയ വിഷയങ്ങൾ വേണം സംസാരിക്കാനും, ഇങ്ങനെ ചർച്ച ചെയ്യാനും, ഉപദേശിക്കാനും, മാറി നിന്ന് കുറ്റം പറയാനും ആൾക്കാർക്ക് പുതിയ പുതിയ ടോപ്പിക്സ് വേണം. ദേ നീഡ് എ ന്യൂ ടോപ്പിക്സ്, ന്യൂ ഇൻസിഡൻസ്. ഒരു വ്യക്തി എന്താണോ അനുഭവിച്ചത് അത് ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്ന് അവർക്ക് മാത്രമേ അറിയൂ. ചുറ്റും നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ഇൻ ദ സെൻസ്, അവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ ഇന്ന സ്റ്റേജിലൂടെ കടന്നു പോയി എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലും കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് വെറും ഒരു കഥയാണ്. അവർക്കത് വെറും ഒരു സ്റ്റോറിയാണ്. നമ്മളൊരു 10-15 മിനിറ്റിൽ സംസാരിക്കുന്ന വെറും കഥ മാത്രമാണ്. ആൻഡ് വി ഡോണ്ട് വാണ്ട് ടു എക്സ്പെക്ട് ദം ടു മനസ്സിലാക്കുക ആ കാര്യം, അത് റിയാലിറ്റി മനസ്സിലാക്കുക എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അവർക്കത് വെറും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത് മാത്രമല്ല, അവർക്കത് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ കഴിഞ്ഞു. അവരത് അവിടെ അപ്പുറത്തെ ആൾക്കാരോട് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെ അതങ്ങനെ കഥകൾ ഇങ്ങനെ അടുത്ത ആളിലേക്ക് ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ കേൾക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കാത്തൊരു വിഷയം, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഇന്ന കാര്യങ്ങൾ അനുഭവിച്ചു, ഇന്ന സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്, ഇന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ് മെയിൻ വിഷയം. അവർക്ക് അത് കാണണം, നമ്മൾ ഏത് സ്റ്റേജിലൂടെയാണ് പോകുന്നത്, നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, നമ്മൾ കരയുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ, മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എല്ലാവർക്കും കാണണം. എന്നാലേ അവർക്ക് പുതിയ പുതിയ സ്റ്റോറീസ് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അപ്പുറത്ത് പോയി ചർച്ച ചെയ്യാൻ പറ്റൂ. എൻ്റെ ഈ ചർച്ച ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും, നമ്മൾ ഏറ്റവും വില കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. We don't want to expect them to come to the reality and understand the reality and behave. നമ്മളുടെ ആ സിറ്റുവേഷനിൽ വന്നിട്ട് ബിഹേവ് ചെയ്യാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ആൻഡ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവിടെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയുള്ളൂ. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരിയാണോ പറഞ്ഞത്? എനിക്കറിയില്ല, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാൻ സംസാരിച്ചത്. ആണോ? നിങ്ങൾ പറ. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും പറയും
നിനക്ക് വേറെ പണിയില്ലേ? സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൾ എന്തൊക്കെയാണ് വിളിച്ച് പറയണത്? തോന്നിയതൊക്കെ വിളിച്ച് പറയണല്ലേ, എന്താ കാര്യം? ആ പെണ്ണിൻ്റെ ഒരു തൊലിക്കട്ടി എത്രയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കണത്. ഇപ്പം ആരേനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. മേ ബി അവർക്കത് ഫീൽ ചെയ്യുന്നു. ഐ ഡോണ്ട് നോ, എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ഫീൽ ഓക്കെ, ഫീൽ ഇറ്റ്. ബൈ.